47 അംഗ ചാവേർ സൈന്യം. കൊബയാഷി മാസ്റ്ററുടെ അധ്യയന സമ്പ്രദായം അദ്വിതീയമാണെന്നിരിക്കലും യൂറോപ്പിലും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ സാമാന്യം ഉയർന്ന അളവിൽ തന്നെ അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ടോമോയിൽ നടപ്പിലിരുന്ന യൂറിത്മിക്സ് തന്നെ ഒന്നാമത്തെ ഉദാഹരണം. ഭക്ഷണ സമയത്തെ ആചാരമര്യാദകളും പതിവ് സായാഹ്ന സവാരികളും ഈ സ്വാധീനത്തിന്റെ ഫലമാണ്. ഊണിനു മുമ്പുള്ള പയ്യെ ചവയ്ക്കും പാട്ടിനുമുണ്ട് ആംഗലേയത്തിലെ റോ 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 യുവർ ബോട്ടിന്റെ സ്വാധീനം. എന്നാൽ പല രീതിയിലും കൊബയാഷി മാസ്റ്ററുടെ എതിർ പതിപ്പാണ് മറിയാമ മാസ്റ്റർ. അദ്ദേഹമാണ് ഹെഡ് മാസ്റ്ററുടെ വലം കൈ. സാധാരണ സ്കൂളുകളിലേതുപോലെ പറഞ്ഞാൽ വൈസ് പ്രിൻസിപ്പൽ. വട്ടക്കുന്ന് എന്നർത്ഥം വരുന്ന പേര് പോലെ തന്നെ ഒരു സമ്പൂർണ്ണ ഗോളമായിരുന്നു അദ്ദേഹത്തിന്റെ തല. പിന്നിൽ ചെവിയുടെ നിരപ്പിലായി നരയൻ മുടിയുടെ ഒരു അവ്യക്ത രേഖയൊഴിച്ചാൽ ആ തലയിൽ എങ്ങും ഒരു രോമം പോലുമില്ല. ചുവന്നു തൊടുത്ത കവിളുകളും വിശാലമായൊരു വട്ടക്കണ്ണടയും. കാഴ്ചയിൽ മാത്രമല്ല കാര്യത്തിലും ഉണ്ടായിരുന്നു ഇരുവർക്കും തമ്മിൽ വ്യത്യാസങ്ങൾ. മറിയാമ മാസ്റ്റർ ചൈനീസ് ശൈലിയിലുള്ള ക്ലാസിക്കൽ പദ്യങ്ങൾ ഭക്തിരസം കവിയുന്ന സ്വരത്തിൽ നീട്ടിപ്പാടും. ഒരു ഡിസംബർ 14 രാവിലെ അദ്ദേഹം മുഴുവൻ വിദ്യാർത്ഥികളോടുമായി പ്രഖ്യാപിച്ചു, ഏതാണ്ട് 2.5 നൂറ്റാണ്ട് മുമ്പ് 47 അംഗ ചാവേർ സൈന്യം തങ്ങളുടെ മഹത്തായ പ്രതികാരം നിറവേറ്റിയ ദിനമാകുന്നു ഇന്ന്. ആയതിനാൽ അവരുടെ ശവകുടീരങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി ഇന്നേ ദിവസം നാം സെങ്ങാ ക്യൂജി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. വിവരം നിങ്ങളുടെ രക്ഷകർത്താക്കളെ അറിയിച്ചു കഴിഞ്ഞു. മറിയാമ മാസ്റ്ററുടെ പരിപാടിയെ ഹെഡ് മാസ്റ്റർ എതിർത്തില്ല. കൊബയാഷി മാസ്റ്റർ എങ്ങനെയാണ് ഇതിനെ വീക്ഷിക്കുന്നതെന്ന് രക്ഷകർത്താക്കൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നറിയാം, എതിർക്കാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് സമ്മതമായിരിക്കും. ഏതായാലും ചാവേർ വീരന്മാരായ 47 പേരുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കുക എന്ന ആശയം കുട്ടികൾക്ക് ആവേശകരം തന്നെയായിരുന്നു. പുറപ്പെടും മുമ്പ് മറിയാമ മാസ്റ്റർ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞുകൊടുത്തു. പുകൾപെറ്റ 47 അംഗ ചാവേർ സംഘത്തിന്റെ കഥ. അസാനോ തമ്പുരാന്റെ വിശ്വസ്തരും ധീരന്മാരുമായ ആ അനുയായികൾ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി മരണം വരിച്ച തങ്ങളുടെ യജമാനു വേണ്ടി പ്രതികാരം ചെയ്യാൻ 2 വർഷത്തോളം തക്കം പാർത്തിരുന്നു അത്രേ. കൂട്ടത്തിൽ 47 പേരെ കൂടാതെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതീവ ധൈര്യശാലിയായ റീ അമനോയ എന്ന വ്യാപാരി. പടയാളികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ വിതരണം ചെയ്തത് അദ്ദേഹമായിരുന്നു. ഒടുവിൽ ശക്തനായ ഷോഗൻ പടത്തലവരുടെ ഉദ്യോഗസ്ഥന്മാരാൽ പിടിക്കപ്പെടുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ റീ അമനോയ ഒരു പുരുഷനാകുന്നു. ഒരു രഹസ്യവും പുറത്തുവിട്ടില്ല. കുറ്റസമ്മതത്തിന് മുതിർന്നതുമില്ല. ഒരൊറ്റ വാചകം മാത്രം, ഞാൻ റീ അമനോയ ഒരു പുരുഷനാകുന്നു. കഥയുടെ കൂടുതൽ ഭാഗങ്ങളും കുട്ടികൾക്ക് മനസ്സിലായില്ല. എങ്കിലും അവർക്ക് ആവേശമായിരുന്നു. അന്നത്തെ ക്ലാസ്സുകൾ കളഞ്ഞ് ദൂരേക്കൊരു യാത്ര, അതും കുഹോൻ ബത്സു ക്ഷേത്രത്തെക്കാൾ അകലെയുള്ളവരിടത്തേക്ക്. കാൽനടയായുള്ള യാത്ര, രസകരമായ ഭക്ഷണവേളകൾ. ഹെഡ് മാസ്റ്ററോടും മറ്റ് അധ്യാപകരോടും യാത്ര പറഞ്ഞ് മറിയാമ മാസ്റ്റർ മുന്നിലും 50 ടോമോ വിദ്യാർത്ഥികൾ പിന്നിലുമായി പുറപ്പെട്ടു. കുട്ടികളുടെ നീണ്ട നിരയിൽ അവിടെവിടെയായി ചിലർ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു, ഞാൻ റീ അമനോയ ഒരു പുരുഷനാകുന്നു. പെൺകുട്ടികളും ഉജ്ജ്വലമായ പ്രഖ്യാപനം ആവർത്തിച്ചു. അത് വഴിയാത്രക്കാർക്ക് തിരിഞ്ഞു നിന്ന് ചിരിക്കാനുള്ള വക നൽകി. സെങ്ങാ ക്യൂജിയിലേക്ക് 7 മൈലോളം ദൂരമുണ്ട്. പക്ഷെ മോട്ടോർ വാഹനങ്ങൾ വിരളം. ഡിസംബറിലെ ആകാശമാണെങ്കിലോ മേഘരഹിതമായി പരന്നു കിടക്കുന്നു. പക്ഷേ ദൂരം അത്രയും കുട്ടികൾ അനായാസം താണ്ടി. ഞാൻ റീ അമനോയ ഒരു പുരുഷനാകുന്നു എന്ന് നിർത്താതെ ഗർജിച്ചുകൊണ്ടിരുന്ന അവർക്ക് ദൂരം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സെങ്ങാ ക്യൂജിയിൽ എത്തിയതും മറിയാമ മാസ്റ്റർ ഓരോരുത്തർക്കും ഓരോ ചന്ദനത്തിരിയും ഏതാനും പുഷ്പങ്ങളും നൽകി. ചെറിയൊരു ക്ഷേത്രം, കുഹോൻ ബത്സുവിനേക്കാൾ ചെറുത്. പക്ഷേ ചുറ്റും നിരനിരയായി ധാരാളം കല്ലറകൾ. തിരിയും പൂക്കളും അർപ്പിക്കുന്ന മുഹൂർത്തത്തിൽ ടോട്ടോച്ചാന്റെ മനസ്സ് ഭക്ത്യാദരങ്ങളാൽ നിറഞ്ഞു. 47 അംഗ ചാവേർ സൈന്യത്തിന്റെ വീരസ്മരണ കൊണ്ട് പരിപാവനമായ സ്ഥലമല്ലേ, അവൾ ഓർത്തു. മറിയാമ മാസ്റ്ററെ അനുകരിച്ച് തല കുനിച്ച് മിണ്ടാതെ നിന്നു. സാന്ദ്രമായൊരു മൗനം കുട്ടികളെ ആകെ മൂടി. ഇത്രയേറെ നിശബ്ദത ടോമോ വിദ്യാർത്ഥികൾക്ക് അപരിചിതമായിരുന്നു. കല്ലറുകൾക്ക് മുകളിൽ കത്തിനിന്ന ചന്ദനത്തിരികളിൽ നിന്ന് പുകപടലം കുമിഞ്ഞുയർന്നു. ഒരുപാട് നേരം അത് വായുവിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നു. വിചിത്രങ്ങളായ ഒരുപാട് ചിത്രങ്ങൾ. അതിൽ പിന്നീട് ചന്ദനത്തിരിയുടെ രൂക്ഷഗന്ധം ഉയരുമ്പോഴെല്ലാം കുട്ടികൾ മറിയാമ മാസ്റ്ററെയും ധീരനായ റീ അമനോയെയും ഓർത്തു. ആ ഗന്ധം അവർക്ക് നിശബ്ദതയുടെ ഗന്ധമായി തീർന്നു. 47 അംഗ ചാവേർ സൈന്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലായി കാണാൻ ഇടയില്ല. പക്ഷെ ഒന്നുണ്ട്, ആ ധീരപുരുഷനെക്കുറിച്ച് ഇത്രയേറെ അഭിമാനത്തോടെ സംസാരിക്കുന്ന മറിയാമ മാസ്റ്ററോട് ഹെഡ് മാസ്റ്ററോടുള്ള അത്രയും തന്നെ അടുപ്പവും ആദരവും മറ്റൊരു തരത്തിലാണെങ്കിലും കുട്ടികൾക്ക് തോന്നി. വട്ടക്കണ്ണടയുടെ തടിച്ച ചില്ലകൾക്കുള്ളിൽ നിന്ന് തെളിവാർന്നു നിൽക്കുന്ന ആ കൊച്ചു കണ്ണുകളെയും പൊണ്ണൻ ശരീരവുമായി എപ്പോഴും പിണങ്ങി നിൽക്കുന്ന മൃദുല ശബ്ദത്തെയും ടോട്ടോച്ചാൻ വല്ലാതെ കണ്ട് സ്നേഹിച്ചു.